അയ്യോ ചൂട് കൂടുന്നേ എന്ന് വിലപിക്കുന്നവർ ഈ വീഡിയോ ഉറപ്പായും കാണുക. എന്തൊരു നശിച്ച ചൂട് എന്നിപ്പോൾ പറയുന്ന നമ്മൾ തന്നെ ഒരു മഴ പെയ്യുമ്പോഴും എന്തൊരു നശിച്ച മഴ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുൻകാലങ്ങളിൽ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പാലക്കാടായിരുന്നു. അത് 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ കഴിഞ്ഞ ദിവസത്തെ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതുപോലെ കേരളത്തിൽ ഒരു ദിവസം ശരാശരി പെയ്യുന്ന മഴയുടെ അളവ് 10 മില്ലിമീറ്റർ ആയിരുന്നു എങ്കിൽ ഇന്നത് ഒരു മണിക്കൂറിൽ 10 മില്ലിമീറ്ററിലധികം പെയ്യുന്നു. അതായത് 24 മണിക്കൂറിനുള്ളിൽ പെയ്തു തീർക്കേണ്ടുന്ന മഴ ഒരു മണിക്കൂറിനുള്ളിൽ പെയ്തൊഴിയുന്നു. വലിയ റെഫറൻസ് ഒന്നുമില്ലാതെ ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഓർമ്മയിൽ വന്ന ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപുൽത്തകടിയുടെ വേരവിടെ മക്കളെ എന്ന് കവി പാടിയെങ്കിലും നമുക്ക് അതിൻ്റെ പൊരുൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ പ്രാധാന്യം മാനവരാശിക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ലോക ഭൗമദിനം ഓരോ വർഷവും ആചരിക്കുന്നത്. ഇന്ന് ലോക ഭൗമദിനമാണ്. പക്ഷേ ഈ ദിനാചരണമൊന്നും നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്നുമില്ല. ഈ ദിനത്തിൽ ലോക ഭൗമദിനാചരണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ജീവിതതാളത്തെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നും ചൂണ്ടിക്കാണിക്കുകയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ എഡ്യൂക്കേഷൻ ഓഫീസറും പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്കിൻ്റെ ഇന്റർനാഷണൽ കോറസ് ചെയർമാനും പരിസ്ഥിതി സംഘടനയായ തണലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ സി ജയകുമാർ. ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. 1970 ലോകത്തിൽ ആദ്യമായിട്ട് ഭൗമദിനം എന്ന ഒരു പേരിൽ, അത് എർത്ത് ഡേ എന്നുള്ള പേരിൽ ആൾക്കാർ ഒരുമിച്ച് വന്നത്. അതിൻ്റെ അന്ന് കൊടുത്തൊരു കോളാണ് ഇന്നും 1970 കഴിഞ്ഞ് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും 2025 55 വർഷങ്ങൾ പൂർത്തിയായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ ഭൗമദിനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഭൗമദിനത്തിന് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്, എല്ലാ വർഷവും എർത്ത് ഡേക്ക് ഒരു തീം ഉണ്ടാവും. ഈ വർഷത്തെ തീം ഉള്ളത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടൊരു ഊന്നൽ കൊടുക്കുന്നത് ആഗോളതലത്തിൽ തന്നെ എങ്ങനെയാണ് ഫോസിൽ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫോസിൽ ഇതര കാർബൺ ബഹിർഗമനമില്ലാത്ത ഊർജ്ജ ഉൽപ്പാദനം, നമ്മുടെ സോളാറും വിൻഡും മറ്റ് നോൺ കൺവെൻഷണൽ എനർജി എന്ന് നമുക്ക് വളരെ ബൃഹത്തായി പറയുന്ന ഊർജത്തിൻ്റെ ഉൽപ്പാദനത്തിലൂടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കുക. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ കാർബൺ ബഹിർഗമനം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം 80% കൂടുതൽ വരുന്നത് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെട്രോളിയം ആവശ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിസിറ്റി വാങ്ങിക്കുന്നതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനത്തിലുള്ള എമിഷനും കൂടെ ചേർന്നുകൊണ്ട് 80%-ലധികം നമുക്ക് വരുന്നത് ഊർജ്ജത്തിൻ്റെ എമിഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ ആഗോളതലത്തിൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു ശതമാനം കാർബൺ ബഹിർഗമനം ഉണ്ടാകുന്നത് ഊർജ്ജ ഉൽപ്പാദനത്തിൻ്റെയോ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ, അത് വാഹന ഗതാഗതം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് കൊണ്ട് ഈ വർഷത്തെ ഭൗമദിന മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ളത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. വളരെ രസകരമാണ് ഈ ഭൗമദിനം ഉണ്ടായത്. 1969 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുകൂടിയ സമാധാന പ്രവർത്തകർ, നമ്മൾ ഓർക്കുകയാണെങ്കിൽ 60കൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ വിയറ്റ്നാം യുദ്ധത്തിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും, അതുപോലെ 1962 പ്രസിദ്ധീകരിച്ച റേച്ചൽ കാഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പരിസ്ഥിതി മേഖല അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള ഒരു സമഗ്രമായ ആശയത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ ഒരു കോൾ, ഒരു വേക്കപ്പ് കോൾ എന്നൊക്കെ പറയുന്ന നിശബ്ദ വസന്തം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. 1962 അത് ഉണ്ടായത്. 1964 അതിൻ്റെ എഴുത്തുകാരി, അതിൻ്റെ രചയിതാവ് റേച്ചൽ കാഴ്സൺ നമ്മ വിട്ടുപോവുകയും ചെയ്യുണ്ടായി. 60കളുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയിലെ വളരെ ശക്തമായ 2 കാര്യങ്ങളായിരുന്നു. ആൻറ്റി വാർ എന്നുള്ള യുദ്ധത്തിനെതിരെയുള്ള, ഒരുപക്ഷെ നമ്മൾ ഇന്ന് 2025 സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമാണ്. വാറിനെതിരെയുള്ള, യുദ്ധങ്ങൾക്കെതിരെയുള്ള ഒരു ചെറുപ്പക്കാരുടെ, പ്രത്യേകിച്ച് കോളേജുകളിലുള്ള ആൾക്കാരുടെ, കുട്ടികളുടെ വളരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് 1969 യുനെസ്കോൻ്റെ ഈ പീസ് ആക്ടിവിസ്റ്റുകളുടെ ഗ്യാതറിങ്ങിൽ വെച്ചിട്ട് മാക്ഡൊണാൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം നിർദ്ദേശിച്ചു നമുക്ക് ഭൂമിയെ ഒന്ന് ആദരിച്ചുകൂടെ. അങ്ങനെയാണ് അന്ന് അമേരിക്കയിലെ വിസ്കോൺസിൻ നിന്നുള്ള ഡെമോക്രാറ്റ് സെനറ്റർ നെൽസൺ
അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അത് വളരെ ശക്തമായ ഒന്നൊരു PhD ഗവേഷകനായിരുന്ന പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹെയ്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ ഒരു ചർച്ചകളുടെയൊക്കെ തുടർച്ചയായിട്ടാണ് അവരിങ്ങനെ ഒരു ഭൗമദിനം എന്ന പേരിൽ ഏപ്രിൽ 22 ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. സെനറ്റർ നെൽസന്റെ നേതൃത്വത്തിൽ ഹെയ്സും കൂടെ ചേർന്നുകൊണ്ട് അമേരിക്കയിലെ സർവകലാശാലകളിലും കോളേജുകളിലും വളരെയധികം സഞ്ചരിക്കുകയും വലിയ സംഘാടന പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 1970 ഏപ്രിൽ 22 ഭൂമിക്ക് വേണ്ടി 10 ലക്ഷം പേരോളമാണ് ഭൂമി സംരക്ഷിക്കണമെന്ന ആശയത്തോടെ, ഭൂമിയെ ആദരിക്കണമെന്ന ആശയത്തോടെ ലോകത്തിൽ ഒത്തുകൂടിയത്. അതാണ് നമ്മളിന്ന് ഈ ഭൗമദിനമായിട്ട് ഏപ്രിൽ 22 ആചരിക്കുന്നത്. ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യമുള്ളത്, കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമദിനം ആചരിച്ചത് 1992 1992 നമ്മുടെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകയും എഴുത്തുകാരിയും കവയിത്രിയുമായിട്ടുള്ള സുഗതകുമാരി ടീച്ചർ അന്ന് കേരളത്തിലെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ലോക വന്യജീവി നിധിയുടെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ശ്രീ AP ഉദയഭാനുവിനോട് സംസാരിക്കുകയും ശ്രീ ഉദയഭാനു സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് തിരുവനന്തപുരത്ത് സ്കൂളുകളിലും കോളേജുകളിലുള്ള നേച്ചർ ക്ലബ്ബുകളും സ്കൗട്ട്സും NCCയും മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപം വരെയുള്ള ഒരു വലിയ ഭൂമിയുടെ ഒരു ഭൗമ ബലൂണിൽ ഉണ്ടാക്കി അതിൽ പിന്നെ ഭൂമിയുടെ ചിത്രമൊക്കെ വരച്ചുണ്ടാക്കിയ ഒരു വലിയ ഭൂമിയും ഏന്തിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ നമ്മളെ കവടിയാറിൽ നിന്ന് പാളയം വരെ പോവുകയും തിരിച്ച് സാൽവേഷൻ ആർമി സ്കൂളിൽ വന്ന് ഒത്തുകൂടിയ ഒരു സമ്മേളനമാണ് ആദ്യമായിട്ടുള്ള. അതിൻ്റെ സംഘാടകരിൽ ഒരാളായിരുന്നു ഞാനും. അന്ന് മന്ത്രിമാരും തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തരായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുകയും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നേതൃത്വം കൊടുത്ത ശ്രീ സുഗതകുമാരി ടീച്ചറെയും നമ്മളിന്ന് 2025 ഭൗമദിനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഓർക്കാം. എനിക്ക് തോന്നുന്നു ഈ അവർ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കേരളത്തിൻ്റെ ഇന്ന് കഴിഞ്ഞൊരു 2015 ശേഷം കേരളത്തിൽ വളരെ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരവും അല്ലെങ്കിൽ ഏറ്റവും പരിസ്ഥിതിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താനുമായിട്ട് സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിനുണ്ടായിട്ടുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങളാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടത് ഇപ്പോഴത്തെ ഈ അസമയത്ത് വന്നിട്ടുള്ള വേനലിൻ്റെ ഇടയിൽ വരുന്ന മഴയുമാണ്. ഒരുപക്ഷെ നമ്മുടെ വേൾഡ് ആട്രിബ്യൂട്ടറി സർവീസസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ അല്ലെങ്കിൽ അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ളതാണോ അല്ലയോ എന്ന് രേഖപ്പെടുത്തുന്ന ഒരു വേൾഡ് ആട്രിബ്യൂട്ടറി രജിസ്ട്രി ഉണ്ട്. ആ രജിസ്ട്രിയിൽ അവസാനമായി കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കേരളത്തിലുണ്ടായ പ്രശ്നമെന്ന് അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രശ്നം കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വയനാട് മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡും തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമാണ്. നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കേരളത്തിൽ ഏകദേശം 80% നമ്മൾ ഈ എർത്ത് ഡേയുടെ തീമായിട്ടുള്ള അവർ പ്ലാനറ്റ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ള തീം എടുക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം ഊർജ്ജം എന്നുള്ള ഫോസിൽ ബന്ധിയായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഊർജ്ജം എന്നുള്ളതാണ് നമ്മുടെ ബഹിർഗമനത്തിന് ഏകദേശം 80% വരുന്നു എന്ന് പറയേണ്ടത്. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ 3 വിളകളുണ്ടായിരുന്നു. ഒരു ക്രോപ്പിംഗ് സീസൺ പറയണത് നമുക്ക് പല സ്ഥലങ്ങളിലും 3 ക്രോപ്പിംഗ് സീസൺ ആയിരുന്നു. പൊതുവേ നമുക്ക് 2 ക്രോപ്പിംഗ് സീസൺ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ പൊതുവേ ഒരു ക്രോപ്പിംഗ് സീസണായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിൽ വയനാട്ടിലൊക്കെ തന്നെ സാധാരണയായിട്ട് മെയ് അവസാനം മഴ പെയ്ത് ജൂൺ അവസാനം ആദ്യത്തെ ഞാറ് പറിച്ച് നടന്ന് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ ട്രാൻസ്പ്ലാന്റിങ് കംപ്ലീറ്റ് ചെയ്യുന്ന വയനാട്ടിൽ ഇന്ന് ഒരു
ആദ്യത്തെ ഈ അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഞാറ്റടി സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാറ് നടുന്നത് വളരെ വൈകും. അപ്പോൾ ജൂലൈ ഓഗസ്റ്റിലാണ് നമ്മൾ പലപ്പോഴും ഞാറ് നടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസംബർ ആകുമ്പോഴേക്കാണ് കൂടുതൽ ദീർഘകാലമുള്ള നെല്ലിനങ്ങളാണ് കൂടുതലും വയനാട്ടിൽ പാരമ്പര്യമായിട്ട് കൃഷിക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിള എന്ന് പറയുന്നത് ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിലാണ് നമുക്ക് തീരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു വിളയ്ക്ക് വയനാട്ടിൽ പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഇന്നും കൃഷി ബാക്കിയുള്ള ജില്ലകളിലൊന്നാണ് വയനാട്. വയനാട്ടിൽ പോലും നമുക്ക് രണ്ടാം വിള നമ്മുടെ കൃഷിക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ഇടത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഒരു മൊത്തം ഭൂവിസ്തൃതി കാർഷിക മേഖല നമ്മൾ നോക്കുകയാണ്. കേരളം എന്ന് പറയുന്ന ഈ മലയാള ദേശത്ത് ഇന്ന് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു നമ്മുടെ സ്വാഭാവിക പ്രക്രിയ എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള കൃഷി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ഒരു ചെടി നടുന്ന ഒരു മുറ്റത്ത് നടുന്ന ഒരു പൂച്ചെടി തൊട്ട് നമ്മൾ പ്ലാന്റേഷൻ സെക്ടർ എന്ന് പറയുന്ന വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു വാണിജ്യ വിളക്ക് വേണ്ടി ചെയ്യുന്ന പ്ലാന്റേഷൻ സെക്ടർ ആണെങ്കിലോ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന പച്ചക്കറിയും നെല്ലിനങ്ങൾ കൃഷിയാണെങ്കിലോ എല്ലായിടത്തും ഒരുപോലെ നമ്മൾ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ തേടുമ്പോഴാണ് അത് കാലാവസ്ഥാ വ്യതിയാനവും. കാരണം നമുക്ക് ഇന്ന് മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മാർച്ച് 23 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ഇടിവെട്ടി കോഴിക്കോട് മഴ പെയ്യുന്നതാണ് വില്യം ലോഗൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരിടത്തും നമുക്ക് അത്തരത്തിൽ ഒരു ദിവസം മഴ പെയ്യുന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വിധം വലിയ തരത്തിൽ അപ്രവചനീയമായിട്ടുള്ള പ്രവചിക്കാൻ സാധ്യമല്ലാത്തൊരു കാര്യമായിട്ട് മഴയും കാലാവസ്ഥയും മാറിയിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളൊക്കെ ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കേരളത്തിന് ഏറ്റവും കാതലായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്ന ഒരു പരിസ്ഥിതി ദിനമാണെന്ന് എനിക്ക് തോന്നുന്നു ഭൗമദിനം എന്നത്. ഭൗമദിനത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ലോകത്തിൽ പൊതുവേ നമ്മൾ ആചരിക്കുന്ന ദിനങ്ങളിൽ ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു ദിനം എന്ന് പറയുന്നത് ഭൗമദിനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനമുണ്ട് ജൂൺ 5. അത് ലോക പരിസ്ഥിതി പരിപാടി അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP-യുടെ ജനനം ഉണ്ടായത് 1972 ജൂൺ 5 നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കൺവെൻഷനുകളായിട്ടോ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കാനായിട്ടുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങളായിട്ടൊക്കെയാണ് ഒട്ടുമിക്ക ദിനങ്ങളും നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഭൗമദിനം എന്ന് പറയുന്നത് യുദ്ധത്തിനെതിരെയുള്ള സമാധാന പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും കൂടെ ചേർന്നുകൊണ്ട് 1970 അമേരിക്കയിൽ ഒത്തുകൂടി ആദ്യമായി നടത്തിയ ഒരു വലിയ ഒത്തുചേരലിന് ഭൂമിയെ ആദരിക്കാനും ഭൂമിയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ഭൂമി നമുക്ക് ആവശ്യമാണ്, ഈ ഭൂമിയാണ് നമ്മുടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഇടം എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 22 എന്ന് പറയുന്നത്. ഇന്ന് 2025 ഈ ഭൗമദിനം നമുക്ക് കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കൊന്ന് ഞാൻ നേരത്തെ കേരളത്തിലെ മഴയെക്കുറിച്ച് പറയേണ്ടത്. കേരളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് കേരളത്തിൽ രാത്രിയും പകലും തമ്മിൽ വല്ലാത്ത വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് രാത്രിയും പകലും തമ്മിലുള്ളൊരു വേർതിരിവ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം രാത്രി നല്ല തണുത്തതായിരിക്കും, പകല് നല്ല ചൂടായിരിക്കും. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കുറച്ചുകൂടെ തീരപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴേക്ക് രാത്രിയും പകലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രാത്രി 11 മണിക്ക് നല്ല ചൂടാണ്, ഉറങ്ങാൻ പറ്റില്ല ഫാനില്ലാതെ. അപ്പോൾ അത്തരത്തിൽ വളരെ സങ്കീർണമാകുകയാണ് നമ്മുടെ കാലാവസ്ഥ. അതുപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് മേഘവിസ്ഫോടനം രേഖപ്പെടുത്തിയിട്ടുള്ളത് മലകളിലല്ല, കളമശ്ശേരിയിലാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മഴപാമ്പിനിയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ IMD-യുടെ മഴപാമ്പിനിയിലും 100-ലധികം ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്തിട്ടുള്ളത് കളമശ്ശേരിയിലാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ മഴയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന എല്ലാവരും പറയുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിലൊന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് പലതരത്തിലുള്ള നമ്മൾ അന്തരീക്ഷത്തിൽ PM 2.5 എങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, മരണകാരണമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വായുമലിനീകരണമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ മഴയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആകാശത്തിൽ എന്തുമാത്രം മഴയെ ആകർഷിക്കാൻ, വെള്ളത്തെ ആകർഷിക്കാൻ കഴിവുള്ള ധൂളികൾ ഉണ്ടാവുന്നുണ്ടോ, അത് കരിങ്കല്ലിൻ്റെ ധൂളികളാവാം, മരത്തിൻ്റെ ധൂളികളാവാം, മണ്ണ് പറക്കുന്നതുകൊണ്ടാവാം, പൂമ്പൊടി കൊണ്ടാവാം, പല
ധൂളികൾ. ഈ ധൂളികളുടെ പ്രവർത്തനങ്ങൾ അല്ല ധൂളികൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ധൂളികൾ മഴത്തുള്ളികൾ കൂടുതൽ മഴ ഉണ്ടാവുന്നത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അല്ലെങ്കിൽ ജല കണങ്ങൾ ജലത്തിനൊരു വലിയൊരു വളരെ നമ്മൾ ഇഷ്ടപ്പെടേണ്ട ഒരു സ്വഭാവമുണ്ട്. അത് എപ്പോഴും ഒരുമിച്ച് വരും. അപ്പോൾ ഒരുപാട് ജലഗണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2 ജലഗണങ്ങൾ ഒന്നിച്ചു കൂടിയ വളരെ പെട്ടെന്ന് തന്നെ 3, 4, 5, 6 ജലഗണങ്ങൾ ചേർന്നിട്ട് ഒരു മഴത്തുള്ളിയായിട്ട് മാറും. അപ്പോൾ ആ തുള്ളിയാണ് ഒരു പക്ഷേ അത്തരത്തിൽ കാലാവസ്ഥയുടെ വായു മർദ്ദത്തിനും അല്ലെങ്കിൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് മുകളിലോട്ട് പോവുകയും ഘനം കൂടുകയും വളരെ മുകളിലേക്ക് പോകുമ്പോൾ മഞ്ഞായി തിരിച്ച് ഭാരം താങ്ങാനാകാതെ വലിയ കൂമ്പാരമേഘങ്ങൾ പോലെയായി താഴോട്ട് വലിയ മഴയായിട്ട് പെയ്യുന്നു എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ട് ഡോക്ടർ അഭിലാഷൊക്കെ പറയുന്ന കേരളത്തിൻ്റെ മഴയുടെ ചരിത്രം. അതിൽ ഇന്ന് നമുക്കുള്ളത് 3-4 കാര്യങ്ങളാണ് മഴയുടെ കാര്യത്തിൽ നമുക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, മഴത്തുള്ളികളുടെ വലുപ്പം കൂടിയതുകൊണ്ട് തന്നെ ഒരൊറ്റയടിക്ക് ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴയിൽ വെള്ളത്തിൻ്റെ അളവ് കണ്ടമാനം കൂടുകയാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സ്ക്വയർ മീറ്ററിൽ പെയ്യുന്ന മഴയിൽ വെള്ളത്തുള്ളികളുടെ സൈസ് കൂടുകയാണ്. അപ്പോൾ വെള്ളത്തുള്ളികളുടെ സൈസ് കൂടുമ്പോൾ അവിടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നമാണ്, നമുക്ക് റെയിൻ ഇൻറ്റൻസിറ്റി കൂടുന്നു എന്നുള്ളത്. അതായത് നമുക്ക് പൊതുവേ നമ്മൾ ഇപ്പോൾ ഒരു കേരളത്തിൽ ഒരു ദിവസം 10 മില്ലിമീറ്റർ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പലപ്പോഴും നമുക്ക് 1 മണിക്കൂറിൽ 10 മില്ലിമീറ്റർ മഴ കിട്ടുകയാണ്. അപ്പോൾ 24 മണിക്കൂറിൽ പെയ്തിരുന്ന മഴ 1 മണിക്കൂറിലേക്ക് ചുരുങ്ങുമ്പോഴുണ്ടാകുന്ന ആഘാതം നമുക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാകുന്നു. അത് നമുക്ക് അവിടുത്തെ കനാലുകൾ വൃത്തിയാക്കാത്തതുകൊണ്ടല്ല, പെയ്യുന്ന മഴയിൽ വെള്ളത്തുള്ളികളുടെ വലുപ്പം കൂടിയതും മഴയുടെ ഇൻറ്റൻസിറ്റി കൂടിയതുകൊണ്ട് വളരെയധികം അളവിൽ വെള്ളം പെട്ടെന്ന് നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് പല നഗരമേഖലകളിലും വളരെ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്തവണ വയനാടൊക്കെ കണ്ടതുപോലെ ചെറിയൊരു 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ 600 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്തു എന്നുള്ളതാണ് അവിടുത്തെ മഴ അളന്ന പല പ്രാദേശിക പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം, അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു കളമശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനം എന്ന് പറയുന്ന 105 മില്ലിമീറ്റർ മഴ 1 മണിക്കൂറിൽ പെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് വളരെ അർബനായിട്ടുള്ള കളമശ്ശേരിയിൽ വീടുകളിൽ ഒരു കാലത്തും മഴവെള്ളം പെയ്യില്ല, വെള്ളം കയറുമെന്ന് പ്രതീക്ഷിക്കാത്ത വീടുകളിലേക്ക് 4-5 അടി ഉയരത്തിലേക്ക് വെള്ളം കയറുകയും ഇതെല്ലാം വളരെ മധ്യവർഗമോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസിൻ്റെ വീടുകളിലേക്ക് വെള്ളം കയറുകയും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തത് നമുക്ക് മറക്കാനാകാത്ത ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് കേരളമുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഊഷ്മാവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കാരണം വളരെ പെട്ടെന്ന് ചൂട് കൂടുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ മുന്നേ നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മുടെ കാലാവസ്ഥാ വാർത്തകളിൽ പുനലൂരും പാലക്കാടുമാണ് എപ്പോഴും 36 ഡിഗ്രി ചൂടൊക്കെ പറഞ്ഞിരുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് 36 ഡിഗ്രി ചൂട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ വളരെ മിതമായ കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരിടം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ആണ്ടിൽ 1200-1300 മില്ലിമീറ്റർ മഴയെ ഉള്ളുവെങ്കിലും തിരുവനന്തപുരത്ത് അത് 11 മാസമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നും ധൂളി മഴയും ആ മഴയുടെ ഒരു തണുപ്പും തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റായിരുന്നു. ആ അസറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഒരു 15 വർഷത്തോളമുള്ള തിരുവനന്തപുരത്തും കേരളത്തിലുള്ള മഴയുടെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലബാറിലൊക്കെ ജൂൺ 1-ാം തീയതി കുട്ടികളെ നനയ്ക്കാനായി വരുന്ന വലിയ മഴയുണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 1-ാം തീയതിയുള്ള വലിയ മഴയിൽ നനഞ്ഞ് പുതിയ ഉടുപ്പൊക്കെ നനഞ്ഞ് വളരെ വിഷമിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യുന്നതിനെക്കുറിച്ച് അത്തരത്തിലൊരു നീതമായ ഒരു ചക്രം കാലാവസ്ഥ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും ഒരു 1.5 മാസത്തോളം മഴയുടെ സഞ്ചാരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ താമസം ഉണ്ടാകുന്നു. പക്ഷേ ആ താമസം എന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞൊരു വർഷം തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിൽ കേരളം അങ്ങോളം ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ 11 മാസവും മഴ പെയ്തിട്ടുണ്ട്. അതിൽ പല സ്ഥലങ്ങളിലും വളരെ ഹൈ ഇൻറ്റൻസിറ്റി മഴയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു താളം തെറ്റിയ അല്ലെങ്കിൽ നമ്മൾ താളം തെറ്റിച്ച ഒരു കാലാവസ്ഥയായിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിൽ ഈ മഴയും ചൂടും മാറി മാറി വരുന്നു എന്നുള്ളതാണ്
ഒരു കോപ്പി ബുക്ക് നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയുകയാണെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം മഴയും വെയിലും മാറി മാറി വരുന്ന, അത് വളരെ പെട്ടെന്ന് ചൂട് കൂടുകയും വളരെ പെട്ടെന്ന് മഴ പെയ്യുകയും പിന്നെയും ചൂട് കൂടുകയും ചെയ്യുന്ന ഒരു സമ്മിശ്രമായി. അതിന് പല പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ ആഘാതം ഇത് മനുഷ്യന് വലിയൊരു ആരോഗ്യ പ്രശ്നമാണെന്നുള്ളതാണ്. ഇതിന് വളരെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപക്ഷെ നമ്മൾ ഇന്ന് നീക്കി വയ്ക്കുന്നതിനേക്കാളും ഒരു ഇരട്ടിയെങ്കിലും തുക നീക്കി വയ്ക്കേണ്ടുന്ന വലിയൊരു ബേർഡൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭാരം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലേക്ക് വരും ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്. കാർഷിക മേഖലയിലാണെങ്കിൽ കർഷകരുടെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള തീരെ പ്രതീക്ഷിക്കാനാകാത്ത കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ആ മേഖലയും പൂർണ്ണമായിട്ട് തകർക്കണം. അത്തരത്തിൽ കേരളത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലുണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു സംഭാവനയും ചെയ്തിട്ടില്ലാത്തത്ര വളരെ ചെറിയ അളവിൽ മാത്രം ആളോഹരിയൊക്കെ നോക്കുകയാണെങ്കിൽ 2 കിലോയിൽ താഴെ ആളോഹരി ബഹിർഗമനമുള്ള കേരളത്തിൽ ഇത്രയധികം കാലാവസ്ഥ ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വല്ലാത്തൊരു എന്താ പറയുക, ഒരു വളരെ ക്രൂരമായൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനൊന്നും സംഭാവന ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും മിതമായ രീതിയിലാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ആഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മലയാളികളാകുന്നു എന്നുള്ളത് മറ്റു പല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, നമ്മളെപ്പോലുള്ള രാജ്യങ്ങളാകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കൂടുതൽ കാലാവസ്ഥാ നീതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ വീട്ടിലെത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം കേരളത്തിൽ നമ്മൾ പാരമ്പര്യമായി കഴിച്ചിരുന്ന മത്സ്യങ്ങൾ തന്നെയാണോ നമുക്ക് ഇന്ന് അതേ സമയത്ത് കിട്ടുന്നതുള്ളത്. മുന്നേ ആണെങ്കിൽ നമുക്ക് ഓരോ സമയത്ത്, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇന്ത്യയുടെ ദേശീയ മത്സ്യമായിട്ടുള്ള അയില ഒരു പെലാജിക് വളരെ സർഫസിൽ ഫീഡ് ചെയ്യുന്നൊരു മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അയിലയെ പിടിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വലയിലല്ല മത്തി പിടിക്കുക. അപ്പോൾ വ്യത്യസ്ത വലകളാണ് ഉപയോഗിക്കുക. ഇന്ന് പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്ന വലയുമായിട്ട് പോയി കഴിഞ്ഞാൽ അയില പിടിക്കാൻ പറ്റില്ല. കാരണം അയില സമുദ്രജലത്തിന് ഉപരിതലത്തിൽ ചൂട് കൂടിയതുകൊണ്ട് കടലിൻ്റെ കുറച്ച് ആഴങ്ങളിലൂടെയാണ് ഇപ്പോൾ ഒരു 100-150-200 അടി ആഴത്തിലൊക്കെയാണ് അയില സഞ്ചരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് ഇതിനെ പഠിച്ചിട്ടുള്ള കേരള സർവകലാശാലയിൽ ഡോക്ടർ ബിജുകുമാറൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ പറയുന്നത് CMFRIയുടെ പഠനങ്ങളുണ്ട്. നമുക്ക് ഏകദേശം 9ഓളം മത്സ്യ ഇനങ്ങൾ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് കാലാവസ്ഥാ വ്യതിയാനം കാരണം അല്ലെങ്കിൽ സമുദ്രജലത്തിന് ചൂട് കൂടിയത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അന്യം നിൽക്കുകയോ അല്ലെങ്കിൽ അന്യം നിൽക്കുന്നതിന് അടുത്തെത്തുകയോ നമുക്ക് കേരളത്തിൻ്റെ തീരത്ത് വളരെ സമ്പന്നമായിരുന്ന കേരളത്തിലെ സാധാരണക്കാരൻ്റെ മീൻ എന്ന് പറയുന്നത് മത്തിയാണ്, ചാളയാണ്. ഇന്ന് ചാളയുടെ ലഭ്യത വളരെ കുറവാണ്. ഇത്തരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം ജീവികളെ ബാധിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ തീന്മേശയിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. തിരിച്ച് നമ്മൾ കുറച്ചുകൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ പലതും, ഈ ഷഡ്പദങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പ്രതിസന്ധി ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന 3 പിടി ചോറുണ്ടെങ്കിൽ അതിൽ 1 പിടി ചോറ് തരുന്നത് പോളിനേറ്റേഴ്സ്, നമ്മൾ പരാഗണം നടത്തുന്ന ജന്തുക്കളോ അല്ലെങ്കിൽ ഷഡ്പദങ്ങളും വലിയ വവ്വാൽ ഉൾപ്പെടെയുള്ള പക്ഷികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ കൂട്ടം ജീവികളെയാണ് നമ്മൾ പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. പോളിനേറ്റേഴ്സ് ഇല്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന 3 പിടിയിൽ 1 പിടി ചോറുണ്ടാവില്ല, 1 പിടി ആഹാരം ഉണ്ടാവില്ല. അത് പോളിനേറ്റേഴ്സിലാണുള്ളത്. കേരളത്തിൽ ലോകത്തിനെമ്പാടും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഉള്ളത് ഈ ഷഡ്പദങ്ങളുടെ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളുടെ വംശനാശം സംഭവിക്കുന്നുള്ളത്. നമ്മുടെ ബീസിൻ്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ ഷഡ്പദങ്ങളാണെങ്കിലോ നമ്മളെ ചെറിയ ഒരുപാട്. പക്ഷേ അതേ അവസരത്തിൽ നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത് നമുക്ക് രോഗകാരികളായിട്ടുള്ള പല ഷഡ്പദങ്ങളുടെയും അളവ് കൂടുകയും നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന പരാഗണമൊക്കെ നടത്തിത്തരുന്ന വളരെ മിത്ര കീടങ്ങളുടെ എണ്ണം കുറയുന്നതും മിത്ര കീടങ്ങളിൽ തന്നെ പലതും വംശനാശം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ വളരെ പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. നമ്മളിന്ന് എക്സ്റ്റിങ്ഷനെ കുറിച്ച് പഠിക്കുന്ന പലരും നമ്മളൊരു വളരെ കഴിഞ്ഞ 45 വർഷത്തിനുള്ളിൽ 40% ലോകത്തുണ്ടായിരുന്ന ജീവികൾ, അതായത് എനിക്ക് 62 വയസ്സായി. അപ്പം എൻ്റെ കഴിഞ്ഞ 45 വർഷത്തെ ജീവിതത്തിനുള്ളിൽ ലോകത്തുണ്ടായിരുന്ന 40% കൂടുതൽ വന്യതയിലുള്ള ജീവികളുടെ നാശം ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 45 വർഷം കൊണ്ട് ഈ 40% കൂടുതൽ ജീവികൾ നാശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയ ഭീതിജനകമായ വേഗത്തിലാണ് ലോകത്ത് നിന്ന് എക്സ്റ്റിങ്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് നമ്മൾ പറയുമ്പോൾ അത് പല രീതിയിൽ നമ്മളുടെ ചുറ്റും
നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ തീന്മേശയിലുള്ള ഭക്ഷണങ്ങളുടെ വൈവിധ്യത്തിൽ കുറവ് ഉണ്ടാകുന്നതാണെങ്കിലോ അതിൻ്റെ ലഭ്യത കുറയുന്നതാണെങ്കിലോ, മാത്രമല്ല ഇപ്പം നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നെല്ലിലും ഒക്കെയുള്ള ഇരുമ്പിൻ്റെയും കാൽഷ്യത്തിൻ്റെയൊക്കെ അളവ് കുറയുകയാണ്. അതുപോലെ തന്നെ കപ്പയിലുള്ള ട്യൂബർ, നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കപ്പയിലുള്ള ഹൈഡ്രോസയനിക് ആസിഡിൻ്റെ അളവ് കൂടും. അപ്പോൾ അത്തരത്തിൽ വളരെ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് ഒരു 35 ഡിഗ്രിയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സസ്യങ്ങൾ അവയുടെ സ്റ്റൊമാറ്റോസ് അടച്ചുകൊണ്ട് വെള്ളം പുറത്തു പോകാതായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കും. കാരണം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയിലേക്ക് സസ്യങ്ങൾ പോകുന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ വാർത്തകൾ കേൾക്കുന്ന ആർക്കും അറിയാവുന്നൊരു കാര്യമുള്ളത് 35 ഡിഗ്രി എന്നുള്ളത് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും 35 ഡിഗ്രി എന്നുള്ള ബാരിയർ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആശങ്കാകുലമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ കൊണ്ട് മഴയിലുള്ള മാറ്റം, ഊഷ്മാവിലുള്ള മാറ്റം, നമുക്ക് ഭക്ഷണത്തിലുണ്ടാവുന്ന കുറവ്, ഭക്ഷണത്തിലുണ്ടാകുന്ന ന്യൂട്രീഷൻ്റെ കുറവ്, ഒരുപാട് പുതിയ അസുഖങ്ങൾ, ഡെങ്കു തൊട്ടുള്ള പുതിയ അസുഖങ്ങൾക്കുള്ള സാധ്യതകൾ, അത്തരത്തിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതും ഒരുപാട് പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളതും ഒരു പക്ഷേ നമ്മുടെ ഒരു വലിയ ഊർജത്തോടെ മാന്യ ശ്രോതാക്കളെങ്കിലും ഈ ഭൂമദിനം എടുത്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്തിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.